യുക്രൈൻ സന്ദർശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 23-ന് അദ്ദേഹം യുക്രൈനിലെത്തും. പ്രസിഡന്റ് വ്ളാദിമിർ സെലിൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി യുക്രൈനിൽ എത്തുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. പോളണ്ടും മോദി സന്ദർശിക്കും. ഓഗസ്റ്റ് 21-ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന. അതേസമയം ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് 30 വർഷമായി. ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും യുക്രൈൻ സന്ദർശിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മോദിയാണ് യുക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി. ചരിത്ര നേട്ടമാണിതെന്നാണ് ഉയരുന്ന വാദം. അടുത്തിടെ സെലിൻസ്കിയും മോദിയും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കാൻ തീരുമാനിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി തന്മയ ലാൽ പറഞ്ഞു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ഈ സന്ദർശനം. സമാധാന ചർച്ചകളിലടക്കം ഇത് നിർണായകമാകും. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യൻ മേഖലയായ കുർസ്കിലേക്ക് യുക്രൈൻ സൈന്യം എത്തിയത് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഡൊണറ്റിസ്ക് മേഖലയിൽ റഷ്യ കൂടുതൽ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. നേരത്തെ റഷ്യയിൽ സന്ദർശനം നടത്തിയ മോദി 22-ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിലും വ്ളാദിമിർ പുടിനൊപ്പം പങ്കെടുത്തിരുന്നു. യുക്രൈനിലെ ദേശീയ പതാക ദിനത്തിലാണ് മോദി സന്ദർശനത്തിനെത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ രേഖകളിൽ ഒപ്പുവെക്കുമെന്ന് യുക്രൈൻ സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കും. നിരവധി കരാറുകളിലും ഒപ്പിടാൻ സാധ്യതയുണ്ട്. യുക്രൈൻ റഷ്യ സംഘർഷങ്ങൾക്ക് ചർച്ചയാവുമെന്നാണ് തന്മയ ലാൽ പറഞ്ഞത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്രവും ചർച്ചകളും ആവശ്യമാണ്. ഇന്ത്യ എപ്പോഴും അതിനായി ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. യുക്രൈനിൽ എത്തുന്നതിന് മുൻപാണ് മോദി പോളണ്ടിലെത്തുക. മാർച്ചിൽ യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മോദിയും സെലിൻസ്കിയും തമ്മിൽ 2 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. രണ്ടും G7 ഉച്ചകോടിയുടെ സമയത്തായിരുന്നു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്തിന്റെ സമയത്തും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്.